ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, നമ്മുടെ ഇടയിൽ മാറി മാറി പ്രവാചകന്മാരെ അയക്കുന്നതും നമ്മുടെ ഇടയിൽ കരുത്തന്മാരായ പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നത് കാലഘട്ടത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു തലമുറയെ ദൈവം തിരിച്ചു പിടിക്കാൻ സമയമായെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറയും? ശത്രു കൊണ്ടുപോയ ശുക്ലായെ ദാവീദ് അഭിഷേകത്തോടെ തിരികെ പിടിച്ചതുപോലെ പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. 2023 മുതൽ പിശാച് കൊണ്ടുപോയ ഒരു തലമുറയെ സഭ തിരിച്ചു പിടിക്കാൻ പോകുകയാ. സഭ തിരിച്ചു പിടിക്കുന്ന സമയം വന്നിരിക്കുന്നു. മദ്യത്തിന് അടിമപ്പെട്ടവർ, മയക്കമരുന്നിന് അടിമപ്പെട്ടവർ, ദൈവത്തിൽ നിന്ന് അകന്നുപോയൊരു തലമുറയെ ദാഹത്തോടെ ദൈവത്തോട് തിരിച്ചു പിടിക്കുന്ന ഒരു ശക്തമേറിയ സമയം എത്തിയിരിക്കുന്നു. അതിനു വേണ്ടി ദൈവം ചില പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഈ ഉപവാസ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പേ ഇതിനകത്തിരുന്ന് കരുത്തരായ ചില പ്രവാചകന്മാർ പുറത്തു വരുമെന്ന് ആത്മാവിൽ പറഞ്ഞാൽ ഞാൻ പ്രവചിക്കുന്നു. ആമേൻ. ഞാനിവിടെ ഒരു ദൂത് പറഞ്ഞിട്ട് പോകാൻ വന്നതല്ല, ഒരു പ്രവാചകനെ തെളിയിച്ചിട്ട് പോകാൻ വന്നതല്ല, 4 രോഗികളെ സൗഖ്യമാക്കി ആമേൻ ഒരു രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നവൻ എന്ന് തെളിയിച്ചിട്ട് പോകാനല്ല. കർത്താവ് എന്നെ ഇവിടെ അയച്ചപ്പോൾ എന്നോടൊരു ദൂത് പറഞ്ഞു. ഈ തലമുറ, ഈ കാലഘട്ടത്തിലെല്ലാം ഞാൻ ചെയ്യുന്നത് ആമേൻ പ്രവചനം പറയാനല്ല, പ്രവചനം പറയുന്ന കുറച്ച് പേരെ എഴുന്നേൽപ്പിക്കുക. ആമേൻ. രോഗശാന്തി ശുശ്രൂഷ ചെയ്യുകയല്ല, രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്ന കുറച്ച് പേരെ എഴുന്നേൽപ്പിക്കുക. ഭൂതങ്ങളെ പുറത്താക്കുന്ന കുറച്ച് പേരെ എഴുന്നേൽപ്പിക്കുക. ഞാൻ പറയുന്നു, നാളെ രാത്രി ഈ സെഷൻ അവസാനിക്കുന്നതിന് മുമ്പേ അങ്ങനെ ചിലർ ഇതിനകത്ത് പുറത്ത് വന്നിരിക്കും. മാനിഫെസ്റ്റേഷൻ ഇതിനകത്ത് നടന്നിരിക്കും. I prophesy now. ഉണ്ടെങ്കിൽ കരങ്ങൾ അടിച്ച് അതരങ്ങൾ തുറന്ന് ആത്മാവിൽ പ്രതികരിച്ച് തുടങ്ങിക്ക്. ആരും കൈവയ്ക്കാൻ കാത്തു നിൽക്കരുത്, പേര് വിളിക്കാൻ കാത്തു നിൽക്കരുത്, അവൻ തൊടാൻ കാത്തു നിൽക്കരുത്. പ്രാപിക്കാൻ കൃപയുണ്ടെങ്കിൽ പ്രാപിച്ചോ. എൻ്റെ മിനിസ്ട്രിയെ സഹായിപ്പാൻ ഇവിടെ ഏഞ്ചൽസ് ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഡയറക്റ്റ് അപ്പോയിൻമെന്റ് ചിലമേൽ വീഴും. സഭയ്ക്ക് പ്രവാചകന്മാരെ വേണം.